ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്സ് ലൈറ്റ്. അപ്പോൾ എല്ലാവരും പുതിയൊരു ക്ലാസ്സിലേക്ക് വരാനായിട്ട് എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? നിങ്ങൾ ഗ്രേഡ് 7 കഴിഞ്ഞു, ഇനിയിപ്പോൾ ഗ്രേഡ് 8 ഹൈസ്കൂളിലേക്കാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഗ്രേഡ് 8ലെ മാത്സ് എങ്ങനെയാണ് ഈ ഒരു സെഷൻ കവർ ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് പറയാം. നമ്മൾ എക്സാമ്പിൾസും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം എന്താണോ കോൺസെപ്റ്റ് അതിൻ്റെ തിയറി പറയും, അത് കഴിഞ്ഞ് അതിലുള്ള എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യും, പിന്നെ നമ്മൾ എക്സസൈസും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കും സെഷൻസ് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തൊട്ട് തന്നെ ക്ലാസ്സസ് എല്ലാം ഫോളോ ചെയ്യുക. ഓരോ ക്ലാസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടെ തന്നെ ഫോളോ ചെയ്ത് പോരുക. ഓക്കെ, അപ്പോൾ ഗ്രേഡ് 8ൽ എന്തൊക്കെയാണ് നമ്മുടെ കണ്ടൻറ്റ് എന്ന് നോക്കാം. കണ്ടൻറ്റ് വരുന്നത് നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഗ്രേഡ് 7ൽ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഓൾജിബ്ര റിലേറ്റഡ്, നമ്മുടെ XY ആൾക്കാരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു ഓൾജിബ്ര റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. പിന്നെ നമ്മുടെ ജോമെട്രി റിലേറ്റഡ് ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ്. പിന്നെ വരുന്നത് ഡേറ്റ ഹാൻഡ്ലിംഗ്, നമ്മുടെ ഗ്രാഫൊക്കെ ഓർമ്മയില്ലേ? ബാർ ഗ്രാഫ്. ഓക്കെ, ആ ഒരു എന്താ പറയുക, ടാലി മാർക്ക്, ബാർ ഗ്രാഫ് ഒക്കെ നിങ്ങളിപ്പോൾ പഠിച്ചു. ഇനിയിപ്പോൾ അടുത്തൊരു ലെവലിലേക്കുള്ള കോൺസെപ്റ്റ് ആയിരിക്കും ഡേറ്റ ഹാൻഡ്ലിങ്ങിൽ കവർ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. ഇതും ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ടും. ഇത് രണ്ട് എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ്, നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുടെ തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സും പോകുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് കമ്പയറിങ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ കമ്പയറിങ് ക്വാണ്ടിറ്റീസിൽ നമുക്ക് പെർസെൻറ്റേജ് അല്ലെങ്കിൽ റേഷ്യോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കോൺസെപ്റ്റാണ് വരുന്നത്. പിന്നെ ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡൻറ്റിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഡിസ്കസ് ചെയ്യുന്ന കുറേ കോൺസെപ്റ്റ് അടുത്ത ക്ലാസ്സിലേക്കൊക്കെ വേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പോവുക. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം എന്തായാലും നിങ്ങൾക്ക് ഒരു ഫുൾ ഓൺ ഇതായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലേക്കും കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മെൻഷുറേഷനാണ്. അപ്പോൾ മെൻഷുറേഷനിൽ അറിയാം, ഏരിയ, പെരിമീറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്, ഇതും ഇതിലെ കുറേ കോൺസെപ്റ്റ് ലോസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് അടുത്ത ഇനി വരുന്ന ഗ്രേഡിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രപ്പോർഷൻ വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഫാക്ടറൈസേഷൻ. നമ്മൾ ഈ ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് പഠിച്ചില്ലേ? ഈ ചാപ്റ്ററാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇത് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ സെക്കൻഡ് ആയിട്ടുള്ള ചാപ്റ്റർ ഫാക്ടറൈസേഷൻ പഠിക്കാൻ പറ്റുള്ളൂ നീറ്റായിട്ട്. ഓക്കെ, പിന്നെ വരുന്ന ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ്, സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഗ്രേഡ് 8ൽ കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്കപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പോവുക. ഒരു നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുക, കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. റാഷണൽ നമ്പേഴ്സ് ആണ്. ഇതിൽ നമ്മൾ ഒരൊറ്റ ടോപ്പിക്കേ വരുന്നുള്ളൂ, പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഇതാണ് ഇതിൻ്റെ ഒരു ബ്രോഡർ ഹെഡിങ് വരുന്നത്. ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഓരോ പ്രോപ്പർട്ടീസും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, അതിൽ നമുക്ക് നോക്കാം. ആദ്യം റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ റാഷണൽ നമ്പേഴ്സ് ആർ എ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ഇൻ മാത്തമാറ്റിക്സ്, എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഫ്രാക്ഷൻസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ. നിങ്ങൾ ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പോൾ ഒരു ആപ്പിൾ എടുത്തു, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന നമ്പർ എന്താ? പകുതി എന്ന് പറയുമ്പോൾ ഹാഫ് ആണ് അല്ലേ? അപ്പോൾ ഈ ഹാഫ് എന്താ? ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഈ ഫ്രാക്ഷൻ കൈൻഡ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നെക്സ്റ്റ് വരുന്നത് ദേ എൻകോംപസ് എ വൈഡ് റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഇൻക്ലൂഡിങ് ഇൻഡിജേഴ്സ്, ഡെസിമൽ. അപ്പോൾ നമ്മൾ ഈ റാഷണൽ നമ്പേഴ്സ് പറയുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നമ്പർ ഫാമിലീസ് പഠിച്ചായിരുന്നു അല്ലേ? ആദ്യം നമ്മൾ എണ്ണി തുടങ്ങുന്ന നമ്പേഴ്സ്, എണ്ണം എപ്പോഴും തുടങ്ങുന്ന 1 ആണ് അല്ലേ? 1 2 3. ആ നമ്പേഴ്സ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ്, ഇതിനെ നമ്മൾ N എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? പിന്നെ ഈ 1 2 3 നമ്പേഴ്സിനെയാണ് ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ് ടു എ ബിഗ് നമ്പർ, ഇൻഫിനിറ്റി എന്നും പറയാം. ഇനി ഈ 0 കൂടെ വന്നാലോ? 0 1 2 3 എക്സെട്ര. ഇതിനെ നമ്മൾ എന്ത് പറയും? ഹോൾ നമ്പേഴ്സ് എന്ന് പറയും അല്ലേ? ലെറ്റർ ഏതാണ്? W. പിന്നെ വന്നത് എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് കൂടെ വന്നു അല്ലേ? അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് -3, -2, -1, പിന്നെ 0 1 2 3
ഇങ്ങനെ പോയിട്ട് വലിയൊരു നമ്പറിലേക്കും ഈ ഒരു സൈഡിലേക്ക് പോയാൽ എന്താ വലിയ ചെറിയൊരു നമ്പറിലേക്ക് പോകും. ഈ നമ്പേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? നെഗറ്റീവ് നമ്പേഴ്സ് കൂടെ വരുമ്പം ആ ഫാമിലിയെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻറ്റീജേഴ്സ്. റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? സെഡ്. അപ്പോൾ അടുത്തതാണ് നമ്മൾ ഈ ഫ്രാക്ഷൻ കൈൻഡ് ഓഫ് നമ്പേഴ്സിനെ ഏത് ഫാമിലിയിൽ കൊണ്ടുവരും. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിലില്ല, ഹോൾ നമ്പേഴ്സിലില്ല, ഇൻറ്റീജേഴ്സിലും ഇല്ല. അപ്പോൾ ഈ നമ്പേഴ്സ് വരുന്ന പുതിയൊരു ഫാമിലിയാണ് എന്തെന്ന് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റാഷണൽ നമ്പേഴ്സ്. അപ്പം ഇതിനൊരു ലെറ്റർ കാണുമല്ലോ. എന്തായിരിക്കും ആ ലെറ്റർ? ക്യൂ എന്നുള്ളതാണ് ലെറ്റർ. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയേ, നമ്മൾ ഇൻറ്റീജേഴ്സും ഡെസിമൽസും ഒക്കെ വരുന്ന, അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സിനകത്ത് എല്ലാം വരും. നാച്ചുറൽ നമ്പേഴ്സ് വരും, ഹോൾ നമ്പേഴ്സ് വരും, ഇൻറ്റീജേഴ്സ് വരും. ഇതെല്ലാം കൂടെ വരുന്ന ആ ഒരു വലിയ ഫാമിലി ആയിരിക്കും റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മാസ്റ്ററിങ് റാഷണൽ നമ്പേഴ്സ് ഹെൽപ്പ് സ്റ്റുഡൻസ് ബിൽഡ് എ സ്ട്രോങ് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ. അപ്പോൾ ഏതൊരു പാർട്ട് എടുത്താലും നമുക്ക് ഈ കൈൻഡ് ഓഫ് നമ്പേഴ്സ്, ഈ ഫ്രാക്ഷൻ കൈൻഡ് ഓഫ് നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സ് അറിഞ്ഞിരുന്നാൽ മാത്രമായിരിക്കും നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞൊക്കെ ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം, എന്താണ് റാഷണൽ നമ്പർ? നമ്മൾ പറഞ്ഞു റാഷണൽ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ കൈൻഡ് ഓഫ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? റാഷണൽ നമ്പേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫ്രാക്ഷൻ P by Q, where P and Q are integers. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ എടുക്കാം, 1/2. അപ്പോൾ ഏതൊരു നമ്പറിനെ നമുക്ക് P by Q ഫോമിൽ എഴുതാൻ പറ്റും, അതിനെയെല്ലാം നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ P by Q? ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. അതായത് ഇവിടെ 1ഉം 2ഉം എന്താ? ഇൻറ്റിജറിൽ വരുന്നതാ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം, -3/7. നെഗറ്റീവ് ആയി എന്ന് പറഞ്ഞാൽ ഇത് റാഷണൽ നമ്പർ അല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല. റാഷണൽ നമ്പേഴ്സ് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നിങ്ങൾ നോക്കേണ്ട എന്താണ്? ന്യൂമറേറ്ററി വന്നത് ഇൻറ്റിജർ ആണോ, ഡിനോമിനേറ്ററി വന്നത് ഇൻറ്റിജർ ആണോ? ഓക്കെ, ഇനി ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, Q should not be equal to 0. അതാണ് സെക്കൻഡ് പോയിന്റ്. ദ ഡിനോമിനേറ്റർ Q cannot be 0. കാരണം എന്താ? നമ്മളൊരു നമ്പർ എടുത്തു, അതായത് ഇപ്പോൾ ഒരു 5 എന്നുള്ള നമ്പറിനെ 5/0 എന്ന് എഴുതാൻ പറ്റുമോ? ശരിക്കും ഈ P/Q എന്നുള്ളത് എന്താ? ഡിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5/0 ഉണ്ടോ? ഇത് ശരിക്കും എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ? ഇതുവരെ നമ്മൾ ഒരു കാര്യത്തിനെ 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പഠിച്ചിട്ടില്ല അല്ലേ? അല്ലെങ്കിൽ നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയും. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ ഓർക്കേണ്ടത്. ഏതൊരു നമ്പറും P/Q ഫോമിൽ എഴുതാമെങ്കിൽ അതിനെ നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറയാം. കണ്ടീഷൻ ഓർത്തിരിക്കുക, ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. അപ്പോൾ ജനറൽ ഫോമിൽ പറയുമ്പം Q ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, ഇനി എക്സാമ്പിൾ വരുന്നത് ഇൻറ്റിജേഴ്സ്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഇൻറ്റിജേഴ്സ് -1 അല്ലേ, -2 അങ്ങനെ എടുക്കുന്നതല്ലേ, അല്ലെങ്കിൽ 7, ഇതൊക്കെ എങ്ങനെയാണ് P/Q ഫോം വരുന്നത്? ഒന്നുമില്ല, സിമ്പിളാണ്. -1നെ നമുക്ക് -1/1 എന്ന് എഴുതാം അല്ലേ? ശരിക്കും ഏതൊരു നമ്പറിനെ 1 വെച്ച് ഡിവൈഡ് ചെയ്താലും അത് തന്നെയാണ്, -1 തന്നെയാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ സാധാരണ എഴുതാറില്ല. പക്ഷേ P/Q ഫോമിൽ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താ? പറ്റും. -2/1 -2 തന്നെയാണ്, 7/1 7 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇൻറ്റിജേഴ്സിനെയും നാച്ചുറൽ നമ്പേഴ്സിനെയും ഹോൾ നമ്പേഴ്സിനെയും ഒക്കെ എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, 0യും എന്താണ്? റാഷണൽ നമ്പർ തന്നെയാണ്. 0 അപ്പോൾ എങ്ങനെയായിരിക്കും P/Q ഫോമിൽ വരുന്നത്? 0 എന്ന് പറയുന്നതിനെ ഏതൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലും ആൻസർ എന്ത് വരുള്ളൂ? 0. അപ്പോൾ 0/3 എന്നോ 0/-3 എന്നോ ഇനി 0/-5 എന്നൊക്കെ എഴുതിയാൽ അത് P/Q ഫോം ഓഫ് 0 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ 0 റാഷണൽ നമ്പറാണ്. ഏതൊരു നമ്പറിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റിയാൽ അതിനെ നമ്മൾ റാഷണൽ നമ്പർ എന്ന് വിളിക്കും. ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോവാം. എക്സാമ്പിൾസ് ഓഫ് റാഷണൽ നമ്പർ. കോമൺ എക്സാമ്പിൾസ് ആണ് എന്ത്? 1/2. 3 എങ്ങനെ എഴുതാം? 3/1. -4നെ -4/5, ഇതും ഇൻറ്റിജേഴ്സ് ആണ്, മേളിലും താഴെയും വരുന്നത്. അപ്പോൾ റാഷണൽ നമ്പർ തന്നെയാണ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? റാഷണൽ നമ്പേഴ്സ് എൻകോമ്പസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ. ഇപ്പോൾ -3/5 എന്നുള്ളതും 3/5 എന്നുള്ളതും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സ് ആണ്. അതായത് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സും ഉണ്ട്, പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സും ഉണ്ട്. ഇനി മൂന്നാമത്തേത്, ദേ ക്യാൻ
also include decimal representations like 0.75 equivalent to 3/4. അതായത് ഈ പി ബൈ ക്യൂ ഫോമിൽ എഴുതാമെന്ന് പറഞ്ഞാലും അപ്പോൾ ഡെസിമൽസ് എല്ലാം എന്ത് തന്നെയായിട്ടേ വരുള്ളൂ, ഡെസിമൽസിൻ്റെ ഇങ്ങനെ 0.75 എന്നൊക്കെയുള്ള ഡെസിമൽസ് എന്തായിട്ടേ വരുള്ളൂ, റാഷണൽ നമ്പർ ആയിട്ടേ വരുള്ളൂ. കാരണം നമുക്കറിയാം 3/4നെ 3യെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന എന്താ 0.75 അല്ലേ. അതുപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3/10, 3/10നെ നമ്മൾ 0.3 എന്ന് എഴുതും അല്ലേ. അപ്പോൾ ആ 0.3 നോക്കിയാൽ 0.3 എന്ന് പറയുന്നത് ശരിക്കും എന്താ 3/10 അല്ലേ, പി ബൈ ക്യൂ ഫോമാണ്. അപ്പോൾ 0.3 എന്ന് പറയുന്നത് എന്താ റാഷണൽ നമ്പർ തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇനി പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പർ. റാഷണൽ നമ്പേഴ്സ് എക്സിബിറ്റ് ഡിസ്റ്റിങ് പ്രോപ്പർട്ടീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദെയർ യൂട്ടിലൈസേഷൻ ഇൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. അത് എങ്ങനെയാണ് നമ്മൾ ഓരോ ഓപ്പറേഷനിലും ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെ ഈസി ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് ദീസ് പ്രോപ്പർട്ടീസ് ഈസ് ക്രൂഷ്യൽ ഫോർ സോൾവിങ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് സോൾവ് ചെയ്യാൻ, സിംപ്ലിഫൈ ചെയ്യാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ കീ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ്, ഏതൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് വരുന്നത്? ക്ലോഷർ, കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, ഡിസ്ട്രിബ്യൂട്ടീവ്. അപ്പോൾ ഈ 4 എണ്ണമാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ പഠിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? ഓരോന്നായിട്ട് നോക്കാം. ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ ക്ലോഷർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട എന്താണ്? ക്ലോസ്ഡ് എന്നോർക്കുക. അതായത് ഇവരെല്ലാം ഒരു റൂമിലാണെന്ന് വെച്ചോ. ഇപ്പോൾ ഇവർ തമ്മിൽ ഒരു ഓപ്പറേഷൻ ചെയ്താൽ ആ റൂമിലുള്ള നമ്പർ തന്നെ കിട്ടണം. അതാണ് ഈ ക്ലോസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ റൂം എന്നുള്ളതിനെ മാറ്റി നമുക്ക് ഇനിയും പറയാം, റാഷണൽ നമ്പേഴ്സ് തമ്മിൽ ഓപ്പറേഷൻ എന്നുള്ള എന്താണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. തമ്മിൽ ഈ 4 ഓപ്പറേഷനിൽ ഏത് ചെയ്താലും ആൻസർ വരുന്നത് എന്തായിരിക്കണം? റാഷണൽ നമ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നോക്കാം, അഡീഷൻ. ആദ്യത്തെ എന്താണ്? അഡീഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 2/3 + 5/4. ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുള്ള LCM എടുക്കാതെ, നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ചെയ്യുന്നത്. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് തമ്മിൽ രണ്ടെണ്ണം വരുമ്പോൾ എളുപ്പം ഇങ്ങനെ ചെയ്യാനാണ്. 4 × 2 എന്താണ്? 8 + 3 × 5 എന്താണ്? 15 ഡിവൈഡഡ് ബൈ 3 × 4, അതായത് 12. അപ്പോൾ ഓരോന്നിനെയും ഇൻറ്റു 12 എന്നുള്ള ഡിനോമിനേറ്ററിലേക്ക് മാറ്റുന്നതിന് പകരം നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് LCM എടുക്കാതെ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇതിനെ ബട്ടർഫ്ലൈ മെത്തേഡ് എന്നും പറയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വന്നേ? 23/12. 23 ഇൻറ്റിജർ അല്ലേ, 12 ഇൻറ്റിജർ അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇത് റാഷണൽ നമ്പർ ആണ് അല്ലേ, റാഷണൽ നമ്പർ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ മീനിങ് എന്താണ്? 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറും റാഷണൽ നമ്പർ ആണ്. വിച്ച് മീൻസ് റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഓക്കെ, അപ്പോൾ ഏത് നമ്പർ എടുത്ത്, ഇപ്പോൾ നെഗറ്റീവ് നമ്പർ എടുത്ത് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ റാഷണൽ നമ്പർ തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി അടുത്തത് സബ്ട്രാക്ഷൻ. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ 7/5 - 3/2. ഇവിടെയും ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. സെയിം ഞാൻ ആ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡിലാണ് ചെയ്യുന്നത്. 7 × 2 14, പിന്നെന്താ സൈന്? മൈനസ്. 5 × 3 എന്താ? 15 ഡിവൈഡഡ് ബൈ ഇവിടെ 5 × 2 എന്താണ്? 10. ആൻസർ എന്താ വരുന്നത്? -1/10. 14 - 5 ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണ്. അപ്പോൾ എന്താ? മൈനസ് സൈൻ ഇടണം. അപ്പോൾ -1/10 എന്ന് പറയുന്നതും എന്താണ്? റാഷണൽ നമ്പർ ആണ്. വിച്ച് മീൻസ് സബ്ട്രാക്ഷൻ തമ്മിൽ ഏത് നമ്പർ സബ്ട്രാക്ഷൻ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസറും റാഷണൽ ആണ്. സോ റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ 2 എണ്ണം ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 എന്താണ്? 15. 3 × 5 15. 4 × 6 എന്താണ്? 24 അല്ലേ. അപ്പോൾ 15 24 എന്താ? ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? റാഷണൽ നമ്പേഴ്സ്. അതായത് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് റാഷണൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. സോ റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഓൾസോ. ഓക്കെ, ഇനി അടുത്തതാണ്, കുറച്ചൊന്ന് ശ്രദ്ധിക്കണേ. നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസണിലേക്ക് വരാം. അതിനു മുമ്പ് ഈ എക്സാമ്പിൾ കാണിച്ചു തരാം. 4 ഡിവൈഡഡ് ബൈ 2/5. അപ്പോൾ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫ്രാക്ഷൻ ഡിവിഷൻ ചെയ്യാൻ നമ്മൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും അല്ലേ. അപ്പം ഇവിടെ എന്താ?
ചേഞ്ച് ആൻഡ് ഫ്ലിപ്പ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ചേഞ്ച് ചെയ്യുക, ഡിവിഷനെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. ഫ്ലിപ്പ് എന്ന് പറയുന്നത് എന്താ, റെസിപ്രോക്കൽ. 2/5നെ നമ്മൾ 5/2 എന്ന് എഴുതും. എന്നിട്ട് പിന്നെ ചെയ്യേണ്ട എന്താ, മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ആൻസർ 20/14 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ഇവിടെ എന്താ, ഇത് റാഷണൽ നമ്പർ ആയിട്ടാണ് വരുന്നത് അല്ലേ. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരു നമ്പറിനെ, ഏതെങ്കിലും ഒരു നമ്പറിനെ നമുക്ക് 3/0 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ആ ഒരു 0 റാഷണൽ നമ്പർ ആയതുകൊണ്ട് 0 അല്ലാത്ത എല്ലാ നമ്പറിനും ഡിവിഷൻ ഓക്കെ ആയിരിക്കും. പക്ഷേ 0 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന കേസിൽ നമുക്ക് റാഷണൽ നമ്പർ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറയാവുന്ന ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എക്സെപ്റ്റ് വെൻ ഡിവൈഡിങ് ബൈ 0. ആ 0യുടെ കേസ് ഒഴിവാക്കിയാൽ ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ ആണെന്ന് പറയാം. അല്ലാതെ ജനറൽ ആയിട്ട് പറയുമ്പോൾ എന്താ, നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി കഴിഞ്ഞു. ഇനി അടുത്തത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് ഒരേ ഓർഡർ അല്ല, ഓർഡർ മാറുന്നു. ഓക്കെ, ഓർഡർ മാറുന്നു എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, A+B എന്ന് ആഡ് ചെയ്താലും B+A എന്ന് ആഡ് ചെയ്താലും നമുക്ക് ഒരേ ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് പറയാം, റാഷണൽ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ അഡീഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആൻസർ അങ്ങനെയാണോ വരുന്നതെന്ന് നോക്കാം. ഇവിടെ വീണ്ടും നമ്മൾ ആ ഒരു ക്രോസ് പ്രോഡക്റ്റ് LCM നോക്കാം. 14 പ്ലസ് എന്താ വരുന്നത്, 5 × 3 15 ബൈ 5 × 7 35. ഇനി ഇവിടെ 15 അല്ലേ വരുന്നത്, 3 × 5 15 പ്ലസ് 2 × 7 14 ബൈ 7 × 5 എന്താണ്, 35. 14 പ്ലസ് 15 എന്താ, 29. 15 പ്ലസ് 14 29 അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആൻസർ കിട്ടുന്ന എന്താണ്, 29/35 ഈക്വൽ ടു 29/35, വിച്ച് മീൻസ് അഡീഷൻ്റെ കേസിൽ ഓർഡർ മാറിയാലും നമുക്ക് ഒരേ ആൻസർ ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വാലിഡ് ഫോർ അഡീഷൻ ആണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ. ഇത് ട്രൂ ആണോ, ഓർഡർ മാറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ആൻസർ കിട്ടും. A × B ചെയ്താലും B × A ചെയ്താലും ഒരേ ആൻസർ ആണോ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, 4/9 × 3/2 തിരിച്ച് 3/2 × 4/9 ചെയ്ത് നോക്കാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരുന്നത്, 12 ഡിവൈഡഡ് ബൈ 9 × 2 18 അല്ലേ. ഇവിടെ 3 × 4 ചെയ്താലും 12 അല്ലേ, ബൈ 2 × 9 ചെയ്താലും 18 ആണ്. രണ്ടും എന്താ, സെയിം തന്നെയാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും അഡീഷൻ്റെ കേസിലും ഓർഡർ ചേഞ്ച് ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെ റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ കിട്ടുന്നത്. അപ്പം ഇത് വാലിഡ് ഫോർ ഏതൊക്കെ ഓപ്പറേഷൻസിനാണ്, അഡീഷനും മൾട്ടിപ്ലിക്കേഷനുമാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വാലിഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ദിസ് മീൻസ് ദ ഓർഡർ ഓഫ് നമ്പേഴ്സ് ഡസ് നോട്ട് അഫക്റ്റ് ദ റിസൾട്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്തായിരിക്കും അപ്പോൾ സബ്ട്രാക്ഷൻ്റെയും ഡിവിഷൻ്റെയും കേസ് നോക്കാം. സബ്ട്രാക്ഷൻ്റെ കേസിൽ 5/6 മൈനസ് 1/4 1/4 മൈനസ് 5/6 ഓർഡർ തിരിച്ചാൽ സെയിം ആൻസർ ആണോ നോക്കാം. ഇവിടെ 20 മൈനസ് 1 × 6 എന്താ, 6 ബൈ 6 × 4 എന്താണ്, 24. ആൻസർ എന്താ വരുന്നത്, 14/24 എന്നാണ് വരുന്നത് അല്ലേ. ഇത് തമ്മിൽ ചെയ്ത് നോക്കിയാലോ, 6 × 1 6 മൈനസ് 5 × 4 20 ഡിവൈഡഡ് ബൈ 24. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുന്നതുകൊണ്ട് ആൻസർ എന്താ, -14/24 എന്നാണ് വരുന്നത്. 14/24 മൈനസ് 14/24 സെയിം ആണോ, അല്ല. അപ്പം ഇത് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, വാലിഡ് അല്ല, സബ്ട്രാക്ഷൻ എന്ന് പറയും. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വാലിഡ് അല്ല. ഇതേപോലെ തന്നെയാണ് 7/3 ഡിവൈഡഡ് ബൈ 2/5 എന്ന് പറയുന്നതും 2/5 ഡിവൈഡഡ് ബൈ 7/3 എന്ന് പറയുന്നതും നമുക്ക് സെയിം ആൻസർ ആയിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ട എന്താ, 7/3 ഡിവൈഡഡ് ബൈ എന്നുള്ളത് എന്താവും, മൾട്ടിപ്ലൈഡ് 2/5 ഫ്ലിപ്പ് ചെയ്യുക അല്ലേ, ചേഞ്ച് ആൻഡ് ഫ്ലിപ്പ്. അപ്പം 2/5 എന്നുള്ള എന്തായി, 5/2 എന്നായി. ആൻസർ എന്താ വരുന്നത്, 35/6 എന്ന് വന്നു. ഇനി തിരിച്ച് ഇത് ചെയ്ത് നോക്കാം, എങ്ങനെ വരും, 2/5 × 3/7 എന്നാണ് വരുന്നത്. ആൻസർ എന്താണ്, 6/35 എന്നാണ് വരുന്നത്. രണ്ടും സെയിം ആണോ, അല്ല. അപ്പോൾ രണ്ടും
സെയിം അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഡിവിഷന് വാലിഡ് അല്ല. ക്ലിയർ അല്ലേ? ഇനി അടുത്ത വരുന്നതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എപ്പോഴും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വരുമ്പോൾ ആ ഒരു അസോസിയേറ്റീവ് കാണുമ്പോഴേ നിങ്ങൾ ഓർക്കുക 3 പേരുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 3 നമ്പേഴ്സ്. ഇനി ഇവർ ഓർഡറാണ് ഇവരുടെ പ്രത്യേകത. എ പ്ലസ് ബി ആദ്യം ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സി ആഡ് ചെയ്യുന്നതും, എ ആദ്യം വെച്ചിട്ട് ബി പ്ലസ് സി ആഡ് ചെയ്യുക, ബി പ്ലസ് സി ആഡ് ചെയ്ത് കഴിഞ്ഞ് എയുടെ കൂടെ ആഡ് ചെയ്യുന്നതും സെയിം ആൻസർ ആയിരിക്കുമോ? അപ്പോൾ ഇത് അഡീഷൻ്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 പേരുണ്ട്, ആദ്യത്തെ 2 ആഡ് ചെയ്തു, പിന്നെ മൂന്നാമത്തേൻ്റെ കൂടെ, പിന്നത്തേത് ലാസ്റ്റിലത്തെ 2 ആഡ് ചെയ്തു, പിന്നെ ഒന്നാമത്തേൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ആൻസർ നോക്കിയാലോ? ഇവിടെ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. 1/2 + 1/3 + 1/4. ആദ്യം നമ്മൾ ഇതാണ് ചെയ്യുന്നത്. 1/2 + 1/3 എന്താ? ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പീഡായില്ലേ ചെയ്യാൻ. 3 × 1 എന്താ? 3 + 2 × 1 എന്താ? 2 2 × 3 എന്താണ്? 6 അല്ലേ? പ്ലസ് 1/4. ഇനി അടുത്തതിൽ 1/2 അതേപോലെ എഴുതി, ബ്രാക്കറ്റിനെ എങ്ങനെ എഴുതാം? 4 × 1 4 + 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 4 എന്താണ്? 12 അല്ലേ? ഇനി ഇതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യുന്നത്. 5/6 + 1/4 എന്ന് വന്നു. ഇവിടെ എന്താ? 1/2 + 7/12 എന്നും വന്നു അല്ലേ? ഇനി നമുക്ക് വീണ്ടും ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 5 × 4 എന്താണ്? 20 + 6 × 1 6 ഡിവൈഡഡ് ബൈ 6 × 4 24. ആൻസർ എന്താണ്? 26/24. ഇവിടെ എന്താ വരുന്നത്? 12 1 × 12 12 + 7 × 2 14 ഡിവൈഡഡ് ബൈ 2 × 12 എന്താ? 24. ഇതിൻ്റെ ആൻസറും എന്താ നമുക്ക് കിട്ടുന്നത്? 26/24 എന്ന് തന്നെയാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും LHSഉം റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. LHS = RHS ആണ്. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അഡീഷന് വാലിഡ് ആണ്. ക്ലിയർ ആണോ? അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ്റെ നോക്കാം. A × B × C. A × B ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് C കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ RHS എന്താണ്? A × B × C. B × C ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ബ്രാക്കറ്റ് ആദ്യം നോക്കാം. 2 × 3 എന്താ? 6 ഡിവൈഡഡ് ബൈ 3 × 4 എന്താണ്? 12 അല്ലേ? ഇൻറ്റു 4/5 അങ്ങനെ തന്നെ വന്നു. ഇനി അടുത്ത് എന്താ? RHSൽ വരുമ്പോൾ 2/3 × 3 × 4 എന്താ? 12 4 × 5 എന്താണ്? 20. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 6 × 4 24 12 × 5 എന്താണ്? 60 അല്ലേ? ഇനി 2 × 12 24 3 × 20 എന്താണ്? 60. നമുക്ക് കിട്ടിയത് കറക്റ്റ് അല്ലേ? LHS = RHS എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും വാലിഡ് ആണ്. ക്ലിയർ ആണോ? ഇനി വരുന്നത്, അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താ? ഇനി സബ്ട്രാക്ഷനും ഡിവിഷനും എന്താ പറയാനാണ്. അപ്പോൾ സബ്ട്രാക്ഷൻ്റെയും ഡിവിഷൻ്റെയും കേസിൽ വാലിഡ് ആയിട്ട് വരില്ല. കാരണം അത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഓർഡർ ചേഞ്ച് ചെയ്ത് ഇപ്പം തന്നെ നമുക്ക് ആ ഒരു സബ്ട്രാക്ഷനും ഡിവിഷനും കറക്റ്റായിട്ട് വന്നില്ല അല്ലേ? അതേപോലെ തന്നെയാണ് ഈ അസോസിയേറ്റീവിൻ്റെ കേസിലും. അങ്ങനെ നമ്പർ എടുത്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കാം, വാലിഡ് ആയിരിക്കില്ല. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് അല്ലേ? അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ അഡീഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ ആണ്. നമ്മൾ A × B നോക്കിയേ, A × B. A × B + ആ ബ്രാക്കറ്റിലേക്ക് എയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. A × B എന്ന് എഴുതി. പിന്നെ ഇവിടെ എന്താണ് സൈൻ? പ്ലസ് ആണ്. ആ പ്ലസ് തന്നെ ഇടുക. പിന്നെ വീണ്ടും നമ്മൾ എയെ സിയുടെ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, A × C. അപ്പോൾ ഇവിടെ നോക്കേണ്ട എന്താ? ഇങ്ങനെ ചെയ്ത് LHSൽ കിട്ടുന്ന ആൻസറും അല്ലാതെ ഈ 2 ബ്രാക്കറ്റായിട്ട് ചെയ്ത് RHSൽ കിട്ടുന്ന ആൻസറും സെയിം ആണോ? അപ്പോൾ ഇവിടെ നോക്കാം. 1/2 × 3/4 + 2/5നെ നമുക്ക് 3 × 5 എന്താ? 15 + 4 × 2 എന്താണ്? 8 4 × 5 എന്താണ്? 20 അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് അങ്ങനെ നിൽക്കട്ടെ. ഇനി അടുത്തത് 1/2 × 23/20 എന്ന് വന്നു അല്ലേ? സോറി, 23/20. 1/2 × 23/20 എന്നുള്ള എന്താണ്? 23/40 എന്നല്ലേ വരുന്നത്? ഓക്കെ, അപ്പോൾ നമ്മുടെ LHS ക്ലിയർ ആയി. ഇനി RHS നോക്കാം. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേ. 1 × 3 എന്താ? 3 4 × 2 എന്താണ്? 8 + 1 × 2 2 2 ×
5 എന്താണ് 10 ആണ് അല്ലേ. ഇനി ഇത് തമ്മിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 10 എന്താ 30 പ്ലസ് 8 ഇൻറ്റു 2 എന്താണ് 16 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 10 എന്താണ് 80 അല്ലേ. ഇത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരും 46 ഡിവൈഡഡ് ബൈ 80 എന്നാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയും അയ്യോ ഇത് രണ്ടും തെറ്റിപ്പോയി ശരിയല്ല എന്ന് പറയും. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ ഇത് രണ്ടിനും കോമൺ ഫാക്ടർ ഉണ്ട്. 46ഉം 80 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് ആണ്. നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാറ്റി ചെയ്ത് നോക്കുക. 46 ഡിവൈഡഡ് ബൈ 2 എന്താണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ കുഞ്ഞു ക്ലാസ്സല്ലേ 8th ഒക്കെ ആകുമ്പോൾ മനസ്സിൽ അങ്ങനെ കാൽക്കുലേഷൻ ഇങ്ങനെ കട്ട് ചെയ്തുള്ള കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. 2 2s are 4 ആണ്. അപ്പോൾ 2ഉം 4ഉം കട്ട് ചെയ്തു. ഇനി 2h അല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. എത്ര 2s ആണ് 6 എന്ന് പറയുന്നത് 2 3s ആണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ അതും കട്ട് ചെയ്തു. 8 പറയുമ്പോൾ 2 ഇൻറ്റു 4 ആണ് 8. അതേപോലെ ആ 0 താഴേക്ക് എഴുതുക. അപ്പോൾ ശരിക്കും 46/80 എന്നുള്ളത് എന്താണ് 23/40 തന്നെയാണ് അല്ലേ. അപ്പം LHS ഈക്വൽ ടു RHS അല്ലേ. വിച്ച് മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ അഡീഷൻ എന്ന് പറയുന്നത് വാലിഡ് ആണ് റാഷണൽ നമ്പേഴ്സിന്. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ ചെയ്തു പോകുന്നതാണ്. ഇതുപോലെ ഏത് നമ്പർ എടുത്താലും ഈ വാലിഡ് ആയിട്ടുള്ള കേസ് എല്ലാം നിങ്ങൾക്ക് LHS ഈക്വൽ ടു RHS തന്നെ ആൻസർ വരും. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനോടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടുന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കേസിൽ RHS ഈക്വൽ ആയിട്ട് വന്നില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ കട്ട് ചെയ്യാൻ എന്ന് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ A ഇൻറ്റു B മൈനസ് സി, എയെ നമ്മൾ B മൈനസ് സിക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എങ്ങനെ വരും A ഇൻറ്റു B, ആദ്യത്തെ ബ്രാക്കറ്റ് എന്താണോ ഈ സൈന് അത് അതേപോലെ എഴുതുക, A ഇൻറ്റു സി. ഓക്കെ, ഇനി എക്സാമ്പിൾ -3/5 ഇൻറ്റു 4/7 മൈനസ് 1/2. അപ്പോൾ ഇവിടെ -3/5 ഇൻറ്റു 4/7 മൈനസ് -3/5 ഇൻറ്റു 1/2. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. -3/5 ഇൻറ്റു ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന LCM എടുക്കാതുള്ള മെത്തേഡിൽ 4 ഇൻറ്റു 2 എന്താ 8 -1 ഇൻറ്റു 7 7/14. ഇനി അതേ തന്നെ -3/5 അതേപോലെ എഴുതി ഇൻറ്റു 8 മൈനസ് 7 എന്താ 1/14. ആൻസർ എന്താ -3 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 14. അപ്പോൾ 5 ഇൻറ്റു 14 ചെയ്ത് നോക്കുക. 14 ഇൻറ്റു 5 ആണ് അല്ലേ. 0 വരും 2 വരും ക്യാരി 5 ഇൻറ്റു 2 5 പ്ലസ് 2 17 വരും അല്ലേ. അപ്പോൾ ആൻസർ 17 കിട്ടി. നമ്മുടെ LHS പാർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ ബ്രാക്കറ്റും സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. -3 ആണിത്. അപ്പോൾ -3 ഇൻറ്റു 4 എന്താ -12/5 ഇൻറ്റു 7 35 മൈനസ് ഇവിടെ -3 ആണ്. -3 ഇൻറ്റു 1 -3/5 ഇൻറ്റു 2 എന്താണ് 10. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കിയേ -12/35. ഇവിടെ മൈനസ് കൂടെ എന്താവും പ്ലസ് ആകും. ഓക്കെ, മൈനസ് പ്ലസ് ആയി. ഓക്കെ, ആ പ്ലസ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നിൽ നിങ്ങൾക്ക് LCM വെച്ച് ചെയ്യാം, ഇവിടെ അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തും ചെയ്യാം. -120 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം പ്ലസ് 3 ഇൻറ്റു 35. 3 ഇൻറ്റു 35 എന്താ 35 ഇൻറ്റു 3 5 പിന്നെ വരുന്നത് 105 ആണ് അല്ലേ. പ്ലസ് 105 ഡിവൈഡഡ് ബൈ 35 ഇൻറ്റു 10 എന്താണ് 350. ഇനി നോക്കിയേ ആൻസർ എന്താ വന്നേ -15 ഡിവൈഡഡ് ബൈ 350. നിങ്ങളുടെ LHSലെ ആൻസറുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ നോക്കേണ്ടത് കോമൺ ഫാക്ടർ ഉണ്ടോ. ഇവിടെ 15ഉം 350 5ഉം 0യും ലാസ്റ്റ് ഡിജിറ്റ് വന്നാൽ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് അല്ലേ. 5 കോമൺ ഫാക്ടർ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം -15 എന്നുള്ളത് 15 5 ഇൻറ്റു 3 ആണ് 15 അല്ലേ. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് -3 എന്ന് എഴുതാം. ഇനി 35 എത്ര ടൈംസിലാണ് 5 7 ടൈംസിലാണ് അല്ലേ. അപ്പോൾ 35നെ മാത്രമേ നമ്മളിപ്പോൾ എടുത്തുള്ളൂ. ഇനി ബാക്കി വരുന്ന ആ 0 എന്ത് ചെയ്യും അതേപോലെ തന്നെ എഴുതും. ഇപ്പം നോക്കിയേ LHSഉം RHSഉം ഈക്വൽ ആണ്. വിച്ച് മീൻസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ സബ്ട്രാക്ഷൻ എന്താണ് വാലിഡ് ആണ്. ക്ലിയർ അല്ലേ.
അപ്പോൾ അടുത്തതിലേക്ക് വരാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഉള്ളൊരു സമ്മറി ടേബിളാണ്. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും എളുപ്പമാണ്. ക്ലോഷർ പ്രോപ്പർട്ടി പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കുക, ക്ലോസ്ഡ് എന്ന് ഓർക്കുക. ഏത് നമ്പേഴ്സ് ഓപ്പറേഷൻസ് ചെയ്താലും റാഷണൽ നമ്പേഴ്സ് തന്നെയാണ് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അഡീഷൻ ചെയ്താൽ നമുക്ക് റാഷണൽ നമ്പർ തന്നെ കിട്ടും. ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ്, ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ ആണ്, ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഡിവിഷൻ്റെ കേസിൽ 0 ഒരു റാഷണൽ നമ്പർ ആണ്. അപ്പോൾ ആ 0യെ കൂടെ നമ്മൾ ചേർത്ത് പറയുമ്പം നോട്ട് ക്ലോസ്ഡ് ആണ്. കാരണം ഡിവിഷൻ ബൈ 0 നോട്ട് ഡിഫൈൻഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓർക്കേണ്ട എന്താ, ഓർഡർ മാറിയാലും ആൻസർ സെയിം തന്നെ കിട്ടണം. അപ്പോൾ അഡീഷൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു, A+B ഈക്വൽ ടു B+A തന്നെയായിരിക്കും. ഇനി സബ്ട്രാക്ഷൻ്റെ കേസിൽ കിട്ടുമോ, A-B നോട്ട് ഈക്വൽ ടു B-A ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ A×B ഈക്വൽ ടു B×A ആണ്. പക്ഷേ ഡിവിഷൻ്റെ കേസിൽ എന്താണ്, A/Bയും B/Aയും ഒരേ ആൻസർ ആയിരിക്കില്ല. ഓക്കെ, അപ്പം നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർത്ത് റിലേറ്റ് ചെയ്ത് പഠിക്കാം. കമ്മ്യൂട്ടേറ്റീവിനും അസോസിയേറ്റീവിനും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും വാലിഡാണ്, സബ്ട്രാക്ഷനും ഡിവിഷനും വാലിഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്ന എന്താ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ വാലിഡ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ഓവർ സബ്ട്രാക്ഷൻ വാലിഡ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓവർ മൾട്ടിപ്ലിക്കേഷൻ ഓവർ ഡിവിഷൻ നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്, മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ ഓവർ സബ്ട്രാക്ഷനും. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതേപോലെ വരച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോടുണ്ട്. നമ്മൾ ഐഡൻറ്റിറ്റി പഠിക്കാൻ പോവാണ്. അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. എന്താണ് ഈ ഐഡൻറ്റിറ്റി? ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ട്രോഫി പോലെ നമ്മൾ 2 നമ്പേഴ്സിന് കൊടുത്തിരിക്കുകയാണ്. ആ 0യ്ക്ക് കിട്ടിയ ട്രോഫിയാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. എന്താണ് ഈ 0യ്ക്ക് ട്രോഫി കിട്ടാൻ കാരണം? 0 ഏത് നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്താലും അതേ നമ്പർ തന്നെ കിട്ടും, നമ്പറിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതായത് 0 + 3/5 എന്ന് പറഞ്ഞാൽ അതെന്താണ്, 3/5 തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ആർക്ക് മാത്രമാണ്, 0യ്ക്ക് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് കൊടുത്ത ട്രോഫിയാണെന്ത്, 0 ഈസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഓക്കെ, ഇനി 1നും ഉണ്ട് ഒരു ട്രോഫി. എന്താണ് ഈ 1ൻ്റെ ട്രോഫി? 1ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും അതേ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ ഈ അതേ നമ്പർ തരുന്നവർക്കുള്ളൂ ട്രോഫി അല്ലേ? അപ്പോൾ ഇവിടെ 1 × 3/5 ചെയ്തപ്പോൾ നമുക്ക് 3/5 തന്നെ കിട്ടി. അതുകൊണ്ട് നമ്മൾ 1നെ വിളിക്കുന്ന എന്താ, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഏത് നമ്പറിനെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്ന എന്താണ്, അതേ നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡിവിഷൻ ബൈ 0 അൺഡിഫൈൻഡ് ആണെന്നുകൂടെ ഓർത്തിരിക്കുക, ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്. ബട്ട് ഡിവിഷൻ ബൈ 1 കീപ്സ് ദ നമ്പർ അൺചേഞ്ച്. 1 വെച്ച് ഡിവൈഡ് ചെയ്താൽ പക്ഷെ നമുക്ക് ആൻസർ എന്താ, സെയിം ആയിട്ട് കിട്ടും. പക്ഷെ 0 വെച്ച് ഡിവൈഡ് ചെയ്താൽ അൺഡിഫൈൻഡ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ A+0യും 0+A എന്ന് പറയുന്നതും A തന്നെയാണ്. A×1ഉം 1×A എന്ന് പറയുന്നതും A തന്നെയാണ്. ഇവിടെ A ഒരു റാഷണൽ നമ്പറായിട്ട് അസ്യൂം ചെയ്തു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഏതാ, 0 ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടാം. ഏതാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ choose from the following options which is the additive identity, അല്ലെങ്കിൽ the multiplicative identity is dash. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല ആൻസർ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സാമ്പിൾസും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സസൈസും ചെയ്യണം. അപ്പം ഈ ഒരു ചാപ്റ്റർ ഈ ഒരൊറ്റ ടോപ്പിക് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, റിവൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് വരിക, അടുത്ത സെഷനിലേക്ക് വരിക. ഓക്കെ, അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.